എപ്പോഴും മൂവീസ് വർക്കൗട്ട് ആവുന്നത് അതിൻ്റെ ഇമോഷണൽ വെയിറ്റേജ് വെച്ചിട്ടാണ്. സോ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായ ഒരു മൂവിയാണ് തുടരും. കാരണം വെച്ചാൽ ഈ മൂവിയുടെ സ്റ്റോറി ഒരു ഇമോഷണൽ ജേണിയാണ്. സോ ഒരു ഇമോഷണൽ ജേണി ഓഡിയൻസസിന് ഏറ്റവും മാക്സിമം എത്ര നന്നായിട്ട് കണക്റ്റ് ആവാമോ ആ ഒരു അത്രയും നല്ലൊരു ഔട്ട്പുട്ട് നൽകിയ ഒരു മൂവിയാണ് തുടരും. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി സിനിമയാണ്. സോ ഈ മൂവി സ്പെഷ്യൽ ആവാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂവി മോഹൻലാലിൻ്റെ ഒരു ഗ്ലോറിയസ് കംബാക്ക് ഉറപ്പിക്കുന്ന മൂവിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സെൻസ് ആണെങ്കിലും ആ ഒരു സംഭവങ്ങളാണെങ്കിലും ഫാമിലി ആയിട്ടുള്ള സീക്വൻസസ് ആണെങ്കിലും ഒരു ശോഭനയായിട്ടുള്ള കെമിസ്ട്രി ആണെങ്കിലും ഒരു ഇമോഷണൽ ആക്ട് ആണെങ്കിലും അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസസ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ട് വന്ന ഒരു മൂവിയാണത്. സോ അതാണ് ഈ ഒരു മൂവിയെ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ തരുൺ മൂർത്തിയുടെ ഡയറക്ഷനും മേക്കിങ്ങും അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേയും ഒക്കെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ഈ ഒരു മൂവിയുടെ നറേഷൻ പോകുന്നത്. എവിടെയും സ്ലോ ആവാത്ത നല്ല കുറേ മൊമെന്റ്സ് ഉള്ള ഒരു മൂവിയാണ് തുടരും. സോ അതുകൊണ്ടാണ് ആദ്യം തന്നെ തിയേറ്ററിക്കലി ആ ഒരു രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യാൻ പാടില്ല ഈ ഒരു മൂവി. സോ ഈ മൂവിയുടെ ഫർദറായിട്ട് പറയുകയാണെങ്കിൽ ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് മോഹൻലാലിൻ്റെ ഷൺമുഖം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാക്സി ആയിട്ടുള്ള ബോണ്ടിങ്ങും പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി സീക്വൻസസ്, അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള സീക്വൻസസ്, ശോഭനയായിട്ടുള്ള ഒരു കെമിസ്ട്രി എല്ലാം തന്നെ അത്യാവശ്യം സിമ്പിളായി പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ മാനറിസവും കാര്യങ്ങളും ആ ഒരു ഹ്യൂമറും ഒക്കെ തന്നെ ആ ഒരു സൈഡും വളരെ നല്ല രീതിയിലാണ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പോകുന്ന മൂവിയിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ടേൺ വരുന്നുണ്ട്. സോ ആ ഒരു ടേൺ ആണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു വൾനറബിലിറ്റിയും അങ്ങനെ കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് എന്നുള്ള ആ ഒരു സംഭവമാണ് ഈ ഒരു മൂവി ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റോറി. അതുകൊണ്ട് തന്നെ എവിടെയും സ്ലോ മൊമെന്റ്സ് ഒന്നുമില്ല. സിനിമ ഹൈ മൊമെന്റ്സിൽ തന്നെയാണ് പോകുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു മടുപ്പുമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി മൂവിയാണ് തുടരും. സോ ഒരു മോഹൻലാലിൻ്റെ ഒരു ഇമോഷണൽ സീക്വൻസസിലെ പെർഫോമൻസ് ഒക്കെ എടുത്തു പറയേണ്ട ഒന്നാണ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓവറോൾ പെർഫോമൻസ്, അതുപോലെ ആക്ഷൻ സീക്വൻസസിലാണെങ്കിലും ആ ഒരു ഫാമിലി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആളെന്ന നിലയിലും അല്ലാതെയുള്ള എല്ലാ സീക്വൻസസിലും അത്യാവശ്യം നല്ല ഔട്ട്പുട്ടാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നിരിക്കുന്നത്. സോ ഈ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയല്ല ഇത്രയും നാളും എല്ലാവരും വെയിറ്റ് ചെയ്തത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള, അതിപ്പോൾ നോർമൽ ഓഡിയൻസസിനാണെങ്കിലും മോഹൻലാൽ ഫാൻസിനാണെങ്കിലും എല്ലാവരെയും ഒരേപോലെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു മൂവിയിൽ വന്നിരിക്കുന്നത്. സോ അതാണ് ഈ ഒരു മൂവിയെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള ഒരു നല്ല സ്റ്റോറിയും സ്ക്രിപ്റ്റും നല്ലൊരു ഇമോഷണൽ ജേണിയൊക്കെ പറയുന്ന ഒരു മൂവിയാണ് തുടരും.